ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി പൈനാപ്പിൾ കൊണ്ടുള്ളൊരു ഫേമസ് ഡെസേർട്ടാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കാം. ഓവൻ്റെ ആവശ്യമില്ല. ഇത് ഉണ്ടാക്കാൻ എളുപ്പവും കഴിക്കാൻ ടേസ്റ്റിയുമാണ്. ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ്. ഇതിന് പ്രധാനമായും വേണ്ടത് പൈനാപ്പിളാണ്. മറ്റ് ഇൻഗ്രീഡിയൻസ് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 1/2 കപ്പ് പാല്, 1 മുട്ട, 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 3/4 ടീസ്പൂൺ വാനില എസൻസ്, കുറച്ച് സോൾട്ട്, 1/4 കപ്പ് പഞ്ചസാര. കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർക്കാം. പൈനാപ്പിൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിന്നിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ് പൈനാപ്പിളാണ്. ഫ്രഷ് പൈനാപ്പിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാന് അടുപ്പിൽ വെക്കുക. എന്നിട്ട് ചെറിയ പീസ് ബട്ടർ ഇടുക. ബട്ടർ ഇട്ടതിന് ശേഷം നന്നായി സ്പ്രെഡ് ചെയ്യുക. 1/2 ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്യുക. ഈ സമയമൊക്കെ ഫ്ലെയിം ലോ ടു മീഡിയത്തിലായിരിക്കണം. ഈ ഷുഗർ ചെറുതായിട്ട് അലിഞ്ഞു വരുമ്പോൾ സോഫ്റ്റാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നിരത്തണം. അങ്ങനെ നിരത്തിയതിന് ശേഷം ഈ പൈനാപ്പിളിൻ്റെ ഹോൾസിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ നിരത്താം. ഇവിടെ ഞാൻ ഉണക്കമുന്തിരിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇനി ബാറ്റർ തയ്യാറാക്കാനായിട്ട് പോകണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, ലേശം ഉപ്പ്, വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. കാരണം പഞ്ചസാര ഇതിനകത്ത് നന്നായിട്ട് അലിയണം. അതുകൊണ്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്തതിന് ശേഷം വീണ്ടും ബീറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ ബീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒന്നിച്ച് ചേരത്തുള്ളൂ. അങ്ങനെ ബീറ്റ് ചെയ്ത മിശ്രിതത്തിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കുക. അതും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പൊടി, അത് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോറോ മൈദയോ, അതും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അങ്ങനെ ഇളക്കിയിട്ട് ഒരു ബാറ്ററിൻ്റെ നല്ലൊരു പരുവത്തിൽ അത് തയ്യാറാക്കണം. ഈ പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ. എന്നിട്ട് ഈ ബാറ്റർ പാനിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് ഒഴിക്കണം. ഇത് ഒഴിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കണം. അത് ഇടയ്ക്കൊന്നും തുറന്ന് നമ്മൾ നോക്കരുത്. എന്നിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് എല്ലാം പാകമായിട്ടുണ്ടെങ്കിൽ മറ്റൊരു പ്ലേറ്റിലേക്ക് ഈ ഡെസേർട്ട് തിരിച്ചിടുക. എന്നിട്ട് വീണ്ടും ഈ പാനിലേക്ക് ഇത് മറിച്ചിടുക. കാരണം അതിൻ്റെ മുകൾ ഭാഗം കുറച്ചുകൂടെ മുരിയാനുണ്ട്. അങ്ങനെ ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇടുക. അതുകൊണ്ടാണ് ഇതിനെ അപ്സൈഡ് ഡൗൺ കേക്ക് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.